കേരള ക്രിക്കറ്റ് ലീഗിൽ തകർപ്പൻ ജയത്തോടെ സീസൺ തുടങ്ങിയതിന്റെ സന്തോഷത്തിലാണ് തൃശൂർ ടൈറ്റൻസ്. ആലപ്പി റിപ്പിൾസിനെ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് താരങ്ങളും. ആദ്യ മത്സരത്തിലെ ജയശില്പികളായ ഇമ്രാനും അനന്തകൃഷ്ണനുമൊപ്പം നിഖിൽകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസിൻ്റെ ടാഗ് ലൈൻ വെടിക്കെട്ട് ടീമ എന്നുള്ളതാണ്. ആ വെടിക്കെട്ട് ടീമിൻ്റെ ഒരു വെടിക്കെട്ട് തുടക്കത്തിനാണ് ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ആ വെടിക്കെട്ട് നടത്തിയ 2 പേർ നമ്മോടൊപ്പം ഉണ്ട്. ടീമിൻ്റെ ഓപ്പണേഴ്സ് ആയിട്ടുള്ള ഇമ്രാനും ഒപ്പം ആനന്ദും ഉണ്ട്. ഇമ്രാൻ, ഒരു വെടിക്കെട്ട് തുടക്കം തന്നെയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? നല്ല മാച്ചായിരുന്നു. തുടക്കം മുതലേ നമ്മളുടെ ടീം ബോളിംഗ് നല്ലോണം ചെയ്തായിരുന്നു. അവർ നല്ല 150 നമുക്ക് പിടിച്ചു തന്നായിരുന്നു. അപ്പം നമുക്ക് ഇപ്പോൾ അറിയാമല്ലോ, 2020 ഇത് വലിയൊരു സ്കോറല്ല 150 എന്ന് പറയുന്നത്. അപ്പം നോർമലായിട്ട് പോയപ്പം നമുക്ക് നമ്മൾ രണ്ടുപേരും നല്ലോണം ബാറ്റ് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മളിൽ തന്നെ. പിന്നെ ദൈവം സഹായിച്ചത് നടപ്പിലാക്കാൻ പറ്റും. എങ്ങനെ ഉണ്ടായിരുന്നത്തെ പ്രകടനം? അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല വിക്കറ്റായിരുന്നു. അപ്പോൾ ബോളേഴ്സ് നല്ല രീതിയിൽ നമുക്ക് പിടിച്ചു വന്നു, നല്ല റെസ്ട്രിക്ട് ചെയ്തു അവരെ. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി എളുപ്പമായി. പിന്നെ സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റ് ചെയ്യാൻ നേരത്ത് കുറച്ച് ഈസി ആയിരുന്നു. എനിക്കൊന്നൊരു 2ാമത്തെ 3ാമത്തെ ഓവർ മുതൽ മത്സരം കഴിയുന്നിടം വരെ നിങ്ങൾ കൃത്യമായ ഒരു 10-നടുത്ത് റൺ റേറ്റ് കീപ്പ് ചെയ്ത് പോകാൻ ശ്രമിച്ചു. അത് പവർ പ്ലേ കഴിഞ്ഞതിന് ശേഷവും അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. അതെ. പക്ഷേ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് വിക്കറ്റ് കുറച്ച് നല്ലതായിരുന്നു. കുറച്ചുകൂടെ ഈസി ആയിട്ട് നമ്മൾ ബോൾ എങ്ങനെ വരുന്നു അതിനനുസരിച്ച് അടിച്ചുകൊണ്ടിരുന്നു. അല്ലാതെ കൂടുതലൊന്നും ചിന്തിച്ചിട്ടില്ല. ഇമ്രാനിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ടീമിനൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന മുഴുവൻ താരങ്ങളും വിട്ടതിന് ശേഷം ഒരു 10ഓളം പേരെ വീണ്ടും അതേ ടീമിലുള്ള ആളുകളെ തിരിച്ചെടുത്തു. അപ്പോൾ പഴയ താരങ്ങൾ ഒപ്പം പുതിയ കുറച്ച് പരിചയസമ്പത്ത് സിജോമോനെ പോലുള്ള ആളുകളൊക്കെ ടീമിലേക്ക് വന്നു. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് സിജോയുടെ ക്യാപ്റ്റൻസി അത് ഭയങ്കര എല്ലായിടത്തും എല്ലാവരും പറഞ്ഞ പോലെ എല്ലായിടത്തും പ്രൂവ് ചെയ്തൊരു ക്യാപ്റ്റനാണ് സിജോ. അപ്പോഴത്തേക്ക് പുള്ളി നല്ല സപ്പോർട്ട് ചെയ്യാം. പിന്നെ ടീമിനെ എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. കാരണം ടീം ഭയങ്കര ജെല്ലാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വിശ്വാസമുണ്ട്. ആ വിശ്വാസമായിരിക്കും ചിലപ്പം ചാമ്പ്യൻഷിപ്പിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്നത്. ഒരു കാര്യം കൂടി, അതായത് IPL കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള വിഘ്നേഷിനെതിരെ ബാറ്റ് ചെയ്യുമ്പോൾ എന്ത് തോന്നി? ഇല്ല, പണ്ട് മുതലേ കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എറിയണ ആളെ നോക്കേണ്ട ആവശ്യമില്ല, അയാൾ എറിയണ ബോൾ എന്താണോ അതിനനുസരിച്ച് കളിക്കാൻ ഉള്ള ഒരിതാണ്. അപ്പോൾ അതേ ഞാൻ ആലോചിച്ചുള്ളൂ. വിഘ്നേഷ് ആണോ ജലജാണോ ആരെന്നൊന്നും നോക്കിയിട്ടില്ല. അവരെറിഞ്ഞ ബോളിനെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇന്നെന്തായാലും നിങ്ങളിൽ ടീം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അർപ്പിച്ച വിശ്വാസം നിങ്ങൾ കൃത്യമായി കാത്തു. ഇനി വരും മത്സരങ്ങളിൽ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഇതിപ്പോൾ ഫസ്റ്റ് മാച്ച് ആയുള്ളൂ. ഞങ്ങൾ ഈ മാച്ച് കഴിഞ്ഞു. ഇനി നാളെ തൊട്ട് പുതിയ സ്റ്റാർട്ടാണ്. അപ്പോൾ ഓരോ മാച്ച് അറ്റ് എ ടൈം എടുക്കാനുള്ള പ്ലാനാണ്. എല്ലാവർക്കും പ്ലാൻസ് ഉണ്ട്. നല്ല രീതിയിൽ ദൈവം സഹായിച്ചെല്ലാം ശരിയാവട്ടെ, കപ്പടിക്കാൻ പറ്റും. താങ്ക് യു. അപ്പോൾ എന്തായാലും ആദ്യ മത്സരം വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തൃശൂർ ടൈറ്റൻസ് ഉള്ളത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം നിഖിൽകുമാർ, ജനം.